ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. കേരള ജോഗ്രഫി റിലേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, വരുന്ന ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അക്ഷാംശം പൊതുവെ വടക്ക് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് പറയും? ആൻസർ വരുന്നത് അക്ഷാംശം ചോദിച്ചതുകൊണ്ട് അക്ഷാംശങ്ങൾ, വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 4.5 ഡിഗ്രിയാണ്. 4.5 ഡിഗ്രിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ് അക്ഷാംശ സ്ഥാനം, അതുപോലെ തന്നെ രേഖാംശ സ്ഥാനം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം പറയുന്നത് വടക്ക് മുതൽ വടക്ക് വരെ എന്നാണ്. അതായത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വരെ, 17 മിനിറ്റ് മുതൽ 47 മിനിറ്റ് വരെ, 30 സെക്കൻഡ് മുതൽ വടക്ക് മുതൽ 40 സെക്കൻഡ് വരെ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ പറയും അക്ഷാംശ സ്ഥാനം കേരളത്തിൻ്റെത് 8 ഡിഗ്രി. ദെൻ ഇവിടെയാണെങ്കിലോ വടക്ക് മുതൽ 12 ഡിഗ്രിയാണ്, 17 മിനിറ്റ് മുതൽ 47 മിനിറ്റ് വരെയാണ്. ദെൻ 30 സെക്കൻഡ് മുതൽ എത്രയാണ്? 40 സെക്കൻഡ് വരെയാണ്. ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾ മറക്കത്തില്ല. അതാണ് കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം. അടുത്തത് രേഖാംശ സ്ഥാനമാണ്. രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് മുതൽ. രേഖാംശം പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? കിഴക്കിലാണ്. കിഴക്ക് മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ് രേഖാംശ സ്ഥാനം. കേരളത്തിന്റെ രേഖാംശ സ്ഥാനം 74 ഡിഗ്രി മുതൽ 77 ഡിഗ്രി വരെ, 27 മിനിറ്റ് മുതൽ 27 മിനിറ്റ്, അതിന് വ്യത്യാസമൊന്നുമില്ല, 40 സെക്കൻഡ് മുതൽ 12 സെക്കൻഡ് വരെ. അപ്പൊ എങ്ങനെ പറയും? 74 മിനിറ്റ് 74 ഡിഗ്രി, ഇവിടെ 77 ഡിഗ്രി ആവും. 27-ന് മാറ്റമൊന്നുമില്ല, മിനിറ്റിന് മാറ്റമൊന്നുമില്ല. സെക്കൻഡ് 40 സെക്കൻഡ്, ഇവിടെ 12 സെക്കൻഡ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ അക്ഷാംശ രേഖാംശ സ്ഥാനം മറന്നു പോകത്തില്ല. അപ്പൊ ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒറ്റ തവണ തലമണ്ടയിൽ കയറുമെന്ന് വിചാരിക്കേണ്ട. 2-3 ദിവസങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, മറന്നു പോകത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? അതിർത്തി പങ്കിടാത്ത ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ്. കേരളത്തിൽ മറ്റ് ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ ഉണ്ട്, കോട്ടയം ഉണ്ട്, എറണാകുളം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ല. പിന്നെ അപ്പോൾ ഏതൊക്കെയുണ്ട്? ഒന്ന് ആലപ്പുഴ ഉണ്ട്, പിന്നെ കോട്ടയം ഉണ്ട്, എറണാകുളം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏത് മാത്രമാണ് ഇല്ലാത്തത്? പത്തനംതിട്ട മാത്രമാണ് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ അല്ലാത്തത്. അപ്പൊ ആൻസർ ഏതൊക്കെയുണ്ട്? കോഴിക്കോടുണ്ട്, കോട്ടയമുണ്ട്, ആലപ്പുഴ ഉണ്ട്. ഈ 3 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ്. അപ്പോൾ കേരളത്തിൽ അതിർത്തി പങ്കിടാത്ത, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത 4 ജില്ലകളാണുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ല ഒരെണ്ണമാണുള്ളത്. അതേതാണ്? കോട്ടയമാണ്. കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ലയാണ് ഏത്? കോട്ടയം ജില്ല. അടുത്തത്,
2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ. അതേതാണ്? അത് വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല മാത്രമാണ് ഏതാണ്? അത് വയനാടാണ്. തമിഴ്നാടിനെയും കർണാടകയെയും പങ്കിടുന്ന ജില്ലയാണ് ഏത്? വയനാട്. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ SCRT ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ SCRT കംപ്ലീറ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് LGS ലെവലിൽ യൂണിവേഴ്സിറ്റി LGSനും LGS 2024നും വേണ്ടിയിട്ട് പഠിക്കുന്നവർക്ക് PSC ബേസിക്സിൻ്റെ ആപ്പ് വഴി ഒരു SCRT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറഞ്ഞ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ നൽകുന്നുണ്ട്. വീഡിയോ ക്ലാസ് ഉണ്ട്, PDF നോട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, കോഴ്സ് എടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് ഐവർ മഠം സ്ഥിതി ചെയ്യുന്നത്? ഐവർ മഠം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഐവർ മഠം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഐവർ മഠം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കറിയാം പ്രശസ്തമായ മാമാങ്കം. ഈ മാമാങ്കം നടന്ന നദി ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാറുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ ഐവർ മഠം അതുപോലെ മാമാങ്കം നടന്നതൊക്കെ ഭാരതപ്പുഴയിലാണ്. ഇനി നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൻ്റെ തീരത്താണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിലാണ്. സ്വർണത്തെ ചാലിച്ച് കൊണ്ടുവന്നതാണ് ചാലിയാറിൽ. ഈ ചാലിയാറിലാണ് കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി ഏതാണ്? ചാലിയാറാണ്. ഈ നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നിലമ്പൂരിലെ ഇതേപോലെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിലമ്പൂരിലെ തേക്കിൻകാടിന് പ്രശസ്തമായതാണ് നിലമ്പൂർ. ഈ നിലമ്പൂരിലെ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ചാലിയാർ. മറയൂര്, ചിന്നാർ തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ, ചന്ദനത്തിന് പ്രശസ്തമായിട്ടുള്ളതാണ് മറയൂര്. ചിന്നാർ വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിൻ്റെ തീരത്താണ്. മറയൂര്, ചിന്നാർ വന്യജീവി സങ്കേതങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ തടാകം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുന്നത് വേളിക്കായൽ എന്നായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ. കേരളത്തിൽ മൊത്തം എത്ര കായലുണ്ടേ? കേരളത്തിൽ മൊത്തം എത്രയുണ്ട്? കേരളത്തിലെ മൊത്തം 34 കായലുകളാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിൽ മൊത്തം 34 കായലുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായലാണ്. ഇനി ഈ കായലുകൾ മൊത്തം 34 ഉള്ളതിൽ ഏറ്റവും വലുത് വേമ്പനാട്ട് കായൽ, രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ. ഈ അഷ്ടമുടി കായലിലാണ് പനയുടെ ഷേപ്പിലുള്ള കായൽ. ഇനി കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന കായൽ, കാസർഗോഡ് കാണപ്പെടുന്ന കായലാണ് ഉപ്പളക്കായൽ. ശുദ്ധജല തടാകമല്ല, സാധാരണ കായലാണ്. ഇത് വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഉപ്പളയാണ്. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ മേപ്പടിയാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ട കായലാണ്. F ആകൃതിയിൽ ഒഴുകുന്ന കായലാണ് ഏത്? നമ്മുടെ ശാസ്താംകോട്ട കായൽ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഈ പൂക്കോട് തടാകത്തിന് ഭൂപടത്തിൻ്റെ ആകൃതിയാണുള്ളത്. ഭൂപടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് പൂക്കോട് തടാകമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാണ്? അതും പൂക്കോടാണ്. ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട്. തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് വെള്ളായണി കായലുമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങൾ ഏതൊക്കെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരളത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങൾ ഏതൊക്കെയാണ്? ഡിസംബറും ജനുവരിയും.
പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഒന്നാമത്തത്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെവലപ്മെന്റ് ഒക്കെയാണ് വരുത്തുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് വരുത്തുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയം. അടുത്തത് അപ്പോൾ കോട്ടയം 1. ദെൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. റിസർച്ച് ചെയ്യാണ്, കേരള ഫോറസ്റ്റിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്നത് എവിടെയാണ്? റിസർച്ച് ചെയ്യുന്നത് പീച്ചിയിലാണ്. റിസർച്ച് ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. അപ്പോൾ പീച്ചി 2. അടുത്തത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രാവൻകൂർ ലിമിറ്റഡ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരത്താണ് ആസ്ഥാനം. അപ്പോൾ പഠിക്കുക, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഫോറസ്റ്റിനൊക്കെ ഡെവലപ്മെന്റ് വരണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. നമുക്കറിയാം അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അപ്പോൾ കോട്ടയമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്, റിസർച്ച് ഒക്കെ നടക്കുന്നത് പീച്ചിയിലാണ്. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ആണ്. ആ ട്രാവൻകൂർ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. തിരുവനന്തപുരത്താണ് സംസ്ഥാന വനവകുപ്പിന്റെ ആസ്ഥാനം. ഓക്കെ ആണല്ലോ. അടുത്തത് ഏതു മരത്തിന്റെ ഫലലഭ്യതയാണ് സൈലന്റ് വാലിയെ സിംഹവാലൻ കുരങ്ങിന് പ്രിയങ്കരമാക്കുന്നത്? നമുക്കറിയാം സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗമാണ് സിംഹവാലൻ കുരങ്ങ്. ഈ സിംഹവാലൻ കുരങ്ങിനെ ഇതാക്കുന്നത് ഏതാണ്? വെടിപ്ലാവുകളാണ്. ഏതാണ്? വെടിപ്ലാവുകൾ. ഇനി വന്യജീവി സങ്കേതങ്ങളിൽ ഒരു വന്യജീവി സങ്കേതം ഒരു മരത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ് ആ മരം? ശെന്തുരുണിയാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഏത്? തൃശ്ശൂർ. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് ഇടുക്കിയിലെ മാങ്കുളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടുക്കിയിലെ മാങ്കുളമാണ്. അടുത്തത് കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. ഏതാണ്? മീൻവല്ലം പദ്ധതി. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പദ്ധതി. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാടിലെ കണ്ണാടിയാണ്. പാലക്കാട് ജില്ലയിലെ കണ്ണാടിയാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിൽ പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? അത് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ചത്. അടുത്ത ചോദ്യം, 1988 മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അപ്പം കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത് എന്ന് മുതലാണ്? 1988 മുതലാണ്. ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ഏത് കമ്മിറ്റിയുടെ? ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ. ഏതാണ്? ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മൺ. ഏത് ഇനത്തിലാണ് പങ്കെടുത്തത്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ആരാണ്? അത് നമ്മുടെ PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മൺ ആണ്. ഇത് ഏതിനത്തിലാണ് പങ്കെടുത്തത്? ഏതിനത്തിലാണ്? ഹഡിൽസിലാണ്. ഏതിലാണ്? ഹഡിൽസിലാണ് പങ്കെടുത്തത്. ഓക്കെ, ഹഡിൽസിലാണ് പങ്കെടുത്തത്. അപ്പം ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.